ശശി തരൂര് വ്യാവസായിക കേരളത്തെ പുകഴ്ത്തി പറഞ്ഞു. കോൺഗ്രസ്സുകാരെല്ലാം നെട്ടോട്ടമായി തരൂരിനെ വിമർശിക്കാൻ. പക്ഷേ തരൂര് അനങ്ങിയോ പ്രേക്ഷകരെ? തരൂര് നിന്ന ഇടത്ത് തന്നെ നിൽക്കുകയാണ്. വ്യാവസായിക കേരളം മെച്ചപ്പെട്ടതാണ്, മെച്ചപ്പെട്ട വ്യാവസായിക അന്തരീക്ഷം കേരളത്തിലുണ്ട് എന്ന നിലപാടിൽ നിന്ന് തരൂർ ഒരു ഇഞ്ച് പോലും പിന്നോക്കം പോയിട്ടില്ല, അതായത് പിന്നോട്ട് പോയിട്ടില്ല. ആരൊക്കെയാണ് വിമർശനവുമായി മുന്നോട്ട് വന്നത്? ഒരുപാട് പേർ വിമർശനവുമായി മുന്നോട്ട് വന്നു. വി ഡി സതീശൻ മുന്നോട്ട് വന്നു, അത് കഴിഞ്ഞിട്ട് ചെന്നിത്തല വന്നു, കെ മുരളീധരൻ മുന്നോട്ട് വന്നു. കെ മുരളീധരൻ പറഞ്ഞു ഹൈക്കമാൻഡ് നടപടിയെടുക്കണം, നടപടിയെടുത്തേ തീരൂ എന്ന് കെ മുരളീധരൻ മുന്നോട്ട് വന്നു. വീക്ഷണം പത്രത്തിൽ മുഖക്കുറിപ്പെഴുതി. അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് വന്നു. എല്ലാവരും പറഞ്ഞു. വീക്ഷണത്തിൽ എഴുതിയതെന്ന് പറഞ്ഞാൽ എന്താണ്? ആരാച്ചാർക്ക് സമാധാനത്തിനുള്ള പുരസ്കാരം കൊടുക്കുകയാണ്. ആ തരത്തിലൊക്കെയാണ് ശശി തരൂരിനെ ആക്ഷേപിച്ചുകൊണ്ട് മുഖപ്രസംഗമൊക്കെ എഴുതിയത്. അമ്പമ്പോ നാണക്കേടെന്നൊക്കെ പലരും പറഞ്ഞു. ഹൈക്കമാൻഡ് ഇടപെടണമെന്ന് പറഞ്ഞു. അവസാനം ഹൈക്കമാൻഡ് എന്ത് പറഞ്ഞു? കൈമലർത്തി കാണിച്ചു. ഒരു വിശദീകരണം പോലും ചോദിക്കേണ്ട എന്നാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. കാരണം എന്താണ്? അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. അദ്ദേഹം മറ്റ് ഗ്രാസ് റൂട്ട് ലെവലിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാകുമെന്ന് കെ സി വേണുഗോപാലിനോട് പറഞ്ഞു. കെ സി വേണുഗോപാൽ ശശി തരൂരിനോട് ഫോൺ ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ചു, ആശയവിനിമയം നടത്തി എന്നാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അത്രമാത്രമാണ് കോൺഗ്രസ് നടത്തിയത്. ഇത്രയും കാര്യങ്ങൾ നേതാക്കളൊക്കെ പറഞ്ഞിട്ടും ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ നിന്ന് ഒരു അക്ഷരം പോലും മാറ്റാൻ ആഗ്രഹിച്ചില്ല, അത് ചെയ്തതുമില്ല. അപ്പോഴാണ് സി പി എമ്മിൻ്റെ ക്യാപ്സൂളല്ല, ശരിക്കും ക്യാപ്സൂൾ എന്ന് പറയാൻ കാര്യമില്ല, കറക്റ്റ് കാര്യമാണ് പറയുന്നത്. സി പി എമ്മിൻ്റെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്ന രസകരമായ ഒരു കമൻ്റാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. വളരെ രസകരവും ശരിയും വളരെ യുക്തിഭദ്രമായ ഒരു കമൻ്റാണ്. ഞാൻ ഇന്ന് വായിച്ചതിൽ ഏറ്റവും രസകരമായി തോന്നിയത് കൊണ്ടാണ് ഞാൻ പ്രേക്ഷകരുമായി ആ വിവരം പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തലപുകഞ്ഞ്? മാത്യു കുഴൽനാടൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ബുദ്ധി വെച്ച് പറഞ്ഞു, ഞാനതിനെ വളരെയധികം അംഗീകരിക്കുന്നു, അതൊരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് തലപുകഞ്ഞ് മറുപടി പറഞ്ഞു. മാത്യു കുഴൽനാടനാണ്. അങ്ങനെ പലരും പറഞ്ഞിട്ടും തരൂർ അനങ്ങുന്നില്ല. എന്നിട്ട് സി പി എമ്മിൻ്റെ ആ ക്യാപ്സൂൾ ഇതാണ്: അല്ലയോ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, നിങ്ങൾ ഇക്കാര്യം ആ രാഹുൽ മാങ്കൂട്ടത്തിലിനോ ഷാഫി പറമ്പിലിനോ വിട്ടുകൊടുക്കാത്തത് എന്താ? ശരിയാണ്, നോക്കുമ്പോൾ ശരിയാണ്. അവർ രണ്ടുപേരും ഇതുവരെ ഇക്കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ശരിയാണ്, എന്തുകൊണ്ട് പറഞ്ഞില്ല? അവർ പറഞ്ഞിരുന്നുവെങ്കിൽ സംഗതി സിമ്പിളായിട്ട് തീർന്നേനെ. വളരെ കാര്യം നിസ്സാരം. ഈ നേതാക്കളൊക്കെ എവിടെയാണ് പോയി ചാടിയത്? ഇങ്ങനെ പറഞ്ഞ് ഇവരൊക്കെ വാരിക്കുഴിയിൽ പോയി ചാടുകയല്ലേ ചെയ്തത്? ആലോചിച്ച് നോക്കിയേ. സ്ട്രാറ്റജിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ എവിടെ പോയി ചാടി? കാരണം ഹൈക്കമാൻഡ് പറഞ്ഞില്ലേ, ഒരു വിശദീകരണം പോലും ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് ഹൈക്കമാൻഡ് പറയുമ്പോൾ ഈ മണ്ടന്മാരായ നേതാക്കൾ വി ഡി സതീശനൊക്കെ എവിടെ പോയി ചാടി? വാരിക്കുഴിയിൽ പോയി ചാടി. ചെന്ന് ചാടിയത് അബദ്ധത്തിലായി പോയി എന്ന് തോന്നി കാണില്ലേ? ചെന്ന് ചാടിയത് അബദ്ധത്തിലല്ലേ? തീർച്ചയായും അബദ്ധത്തിൽ പോയി ചാടി. അങ്ങനെയല്ലേ സംഭവിച്ചത്? ഈ പറഞ്ഞ എല്ലാ നേതാക്കളും അബദ്ധത്തിൽ പോയി ചാടി. അയ്യേ വേണ്ടായിരുന്നു, ഹൈക്കമാൻഡ് ഇങ്ങനെ പറഞ്ഞില്ലേ, നാണം കെട്ടില്ലേ? തരൂർ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് മാറിയതുമില്ല. എന്താ ഇവർ പറഞ്ഞത്? വെറും പറച്ചിൽ മാത്രമായി പോയി, നാണം കെടുകയും ചെയ്തു. എന്നാൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെയോ ഷാഫി പറമ്പിലിനെ ഏൽപ്പിച്ചെങ്കിലോ അവർ നിഷ്പ്രയാസം ഇത് പരിഹരിച്ചേനെ. എങ്ങനെ പരിഹരിക്കുമായിരുന്നു? അവരെന്ത് പറയുമായിരുന്നു? അവർ പറയുന്നൊന്നുമില്ല. ഏറ്റവും മികച്ച വ്യാവസായിക അന്തരീക്ഷം ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കണക്കാണത്, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻസിയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതിൻ്റെ വച്ചിട്ടാണല്ലോ, ആ കണക്ക് വെച്ചിട്ട് അതിലെ എന്താണ് അത് ആ കണക്കനുസരിച്ച് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ രേഖകൾ അനുസരിച്ചാണല്ലോ തരൂര് പറയുന്നത് കേരളത്തിൻ്റെ വ്യാവസായിക അന്തരീക്ഷം മെച്ചപ്പെട്ടു എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് ഇവരെന്ത് പറയുമായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ത് പറയുമായിരുന്നു? ആ കണക്കുകൾ പിണറായി വിജയനും മോദിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ ഭാഗമായി അവരുടെ ഒത്തുചേർന്ന ഇടപെടലാണ്. നിങ്ങൾക്കറിയില്ലേ ലാവ്ലിൻ കേസ് എത്ര തവണ മാറ്റിവെച്ചു? പറയില്ലേ? അങ്ങനെ തന്നെ പറയും. മാങ്കൂട്ടത്തിൽ അങ്ങനെ തന്നെ പറയും. എന്ത് പറയും? നിഷ്പ്രയാസം ഇത് പൊളിച്ചടുക്കി തരും. എന്ത് പറയും? കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ ഇല്ലീഗൽ അജണ്ടയുടെ ഭാഗമായി, അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിന് ഇങ്ങനെ ഒരു സ്ഥാനം കിട്ടിയത്, അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞ് നിഷ്പ്രയാസം തരൂരിൻ്റെ കണ്ടെത്തലിനെ പൊളിച്ചടുക്കി തന്നേനെ. ഇതാണ് ആ വാട്സപ്പിൽ വന്ന സന്ദേശങ്ങൾ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന സന്ദേശം. വളരെ ശരിയാണ്. കാരണം സതീശനോ ഇനി അങ്ങോട്ടുള്ള സതീശന് മുകളിലേക്കുള്ള കെ സി വേണുഗോപാൽ വരെയുള്ള നേതാക്കൾക്ക്, അല്ലെങ്കിൽ എ കെ ആൻ്റണി വരെയുള്ള നേതാക്കൾക്ക് തരൂരിനെ പൊളിക്കാൻ കഴിയുകയില്ല. കാരണം അവരൊന്നും ഇത് പഠിച്ചിട്ടില്ല. ഇങ്ങനെ നുണ പറയാൻ, ചതിയിൽപ്പെടുത്താൻ, നുണ പറയാൻ, ഉളുപ്പില്ലാത്ത നാക്കുകൊണ്ട് പച്ച നുണകൾ പറയാൻ, കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ എന്താണ് ഇവരെ പോയിട്ടേ ഉള്ളൂ. ആരെ പോയിട്ട്? ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും പോയിട്ട് കേരളത്തിൽ ഇന്ന് ആളുകളുള്ളൂ. അല്ലെങ്കിൽ ഇനി പുതിയ KSUക്കാരന്മാർ വളർന്നു വരണമെന്നാണ്
വാട്സപ്പ് ഗ്രൂപ്പിലെ ആ ഒരു മെസ്സേജിൽ കാണുന്നത്. കോമറേഡ്സ് എന്നൊക്കെ പറയുന്ന ചില ഗ്രൂപ്പുകളിൽ ഞാനും അംഗമാണ് അതിനകത്ത് വരുന്ന മെസ്സേജുകളിൽ കാണുന്നത് ഇങ്ങനെയാണ്: ഇതുപോലെ ഉളുപ്പില്ലാത്ത, എല്ലില്ലാത്ത നാക്കുകൊണ്ട് ഉളുപ്പില്ലാത്ത നുണ പറയാൻ കഴിയുന്ന ആള് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനകത്ത് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ ഇല്ലീഗൽ അജണ്ടയുടെ ഭാഗമായി മോദി കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. വ്യാവസായിക അന്തരീക്ഷത്തിൽ കേരളത്തിന് മെച്ചപ്പെട്ട സ്ഥിതിയാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം 1-ാം സ്ഥാനത്താണെന്ന്. എന്താണ് കേരളത്തിന് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം കൊടുത്തത്? മോദിയും പിണറായിയും തമ്മിലുള്ള മച്ച കമ്പനിയുടെ ഭാഗമാണെന്ന് യോമാരൻ അടിച്ചേനെ. അങ്ങനെ ഒറ്റ അടി കൊണ്ട് ഇത് തീർന്നു കിട്ടിയേനെ. അല്ലാതെ സതീശ, നീ കോരിയ വെള്ളം മുഴുവൻ വേസ്റ്റായി പോയി, നീ പോയി വാരിക്കുഴിയിൽ വീഴേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് ക്യാപ്സൂൾ പരിഹാസം. അത് വാസ്തവമാണെന്ന് ശരിവെക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും മുൻകാല പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നതും.